നല്ല ചുറുക്കുള്ളൊരു ഭാര്യയും ചുറുക്കില്ലാത്തൊരു പുതിയാപ്പിള ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പുതിയാപ്പിള ഇങ്ങനെ ചോദിക്കുകയാണ് പെണ്ണിനോട്, പെണ്ണേ ഇനിയിപ്പോ ഈ എന്നെ സ്വർഗത്തിൽ കിട്ടുമതി എന്നപ്പോ എന്റെ ആഗ്രഹം. അപ്പൊ പെണ്ണ് ചോദിച്ചു, റഹ്മാനായ റബ്ബേ, നമ്മൾ രണ്ടാളിപ്പോ എങ്ങനെ ഒരുമിച്ചതെന്ന് എനിക്കറിയാത്തത്. ഇങ്ങനെ സൗന്ദര്യമുള്ള എനിക്ക് എത്രയേ ആലോചന വന്നതാ, ഞാൻ നിങ്ങളുടെ അടുത്ത് കാണാൻ പെട്ടത്. ഒരു ഭംഗിയില്ലാത്ത നിങ്ങളെയാണ് ഇപ്പൊ ഞാൻ കെട്ടിയത്. ഇനിയിപ്പോ സ്വർഗത്തിൽ അതെന്നെ വേണമെന്നപ്പോ നിങ്ങൾ പറയണതെന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോ പെണ്ണിങ്ങനെ പറയാ, ഒരുപക്ഷെ നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കണ്ണ് നിയന്ത്രിച്ച് സോലിഹായ ആബിദായ മനുഷ്യനായി ജീവിച്ചപ്പോ അതിന് അല്ലാഹു ഈ ദുന്യാവിൽ നിങ്ങൾക്ക് തന്ന പുണ്യമായിരിക്കാം, കൂലിയായിരിക്കാം ഞാൻ. പിന്നെ ഞാൻ കുറച്ച് സുന്ദരൊക്കെ ആയതുകൊണ്ട് പഠിക്കണ കാലത്ത് കുറച്ച് വൃത്തികേടൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ചിലപ്പോ നിങ്ങളെ തന്നത്. എന്റെ പെണ്ണ് പറഞ്ഞു, അല്ലാഹു നമ്മളെ ഈ ലോകത്ത് ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചില്ലേ, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, ആഖിറവും അങ്ങനെ തന്നെ ആവട്ടെ, എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോ പരലോകത്തേക്ക് എത്തുന്നത് ഈ ദുന്യാവിന്റെ സൗന്ദര്യത്തിലല്ല. സൗന്ദര്യത്തിന്റെ ഡെഫിനിഷൻ പോലും മാറ്റി എഴുതേണ്ടി വരും. മനോഹരികളായി മനോഹരന്മാരായി പുരുഷന്മാരൊക്കെ മുർദുൻ, താടിയൊന്നും ട്രിം ചെയ്യേണ്ട ആവശ്യം വരൂല എന്നാണ്. താടി മീശക്കനെ മുളച്ചു വരുന്നൊരു പ്രായം, ആ ഒരു മുറാഹിഖിന്റെ പ്രായം, അമ്രത് എന്ന് പറയുന്നൊരു പ്രായമുണ്ട്. യൗവനത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ടീനേജിന്റെ സമയത്ത് ഒരു ചെറിയ കൊച്ചുമീശ അത്രേ ഉണ്ടാവുള്ളൂ. 33 വയസ്സായാലും നല്ല ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നു. ആൾക്കാരൊക്കെ എന്തെങ്കിലും വല്ല പാസ്പോർട്ട് ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞാലേ, വല്ല സപ്ലിമെന്റിൽ ഫോട്ടോ വേണമെന്ന് പറഞ്ഞാലേ 60 വയസ്സായാലും കൊടുക്കും 35 വയസ്സിന്റെ ഫോട്ടോ. സപ്ലിമെന്റിലൊക്കെ പേര് റഹ്മാനായ റബ്ബേ, മൂപ്പരാടുപ്പത് കണ്ട അറിയില്ല കേട്ടോ എന്ന് പറയും. ഇവിടെ പഴയ ഫോട്ടോ കൊടുക്കണത്, ഞാൻ മുമ്പ് ഈ ഗ്ലാമർ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ നോക്കണ്ടാണ്. അപ്പൊ നമുക്കൊക്കെ ആഗ്രഹം ഒരു സൗന്ദര്യം വേണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ പഴയ ഫോട്ടോ വെച്ച് നടക്കുന്നത്. ഇങ്ങനെ നോക്കൂ റബ്ബേ, ഞാൻ പഠിക്കണ കാലത്ത്, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോയ കാലത്ത്, ഞാൻ കല്യാണം കഴിച്ച കാലത്ത്. അപ്പൊ കൊണ്ടും പറയും, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ രണ്ടാളിപ്പം എങ്ങനെയായി? ദുന്യാവ് അങ്ങനെയാണ്. സൗന്ദര്യം ഇല്ലാതെ കുറഞ്ഞു വരും. അവിടെ കൂടുന്നാണ്, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മുക്കഹലീൻ, കണ്ണുകളിൽ സുറുമ എഴുതിയ പോലെ. എപ്പോഴും സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. ദുന്യാവിലെ ഭാര്യമാർ അവർക്ക് അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഭാര്യമായി കൊടുക്കും. ഉമ്മു സലമ, നിങ്ങൾ തന്നെയാണ് ഹൂറികളെക്കാളും സൗന്ദര്യമുണ്ടാവുക, നിങ്ങൾക്കാണ് അവരെക്കാളും പരിമളമുണ്ടാവുക, നിങ്ങളുടെ വായയുടെ സുഗന്ധമാണ് ഹൂറികളെക്കാളും സുഗന്ധമുണ്ടാവുക. അങ്ങനെ പറഞ്ഞപ്പോ ഉമ്മു സലമ ബീവിക്ക് ഒരു സംശയം, പൊന്നാര നബിയെ, അപ്പൊ പിന്നെ 2 ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഏത് ഭർത്താവാ നാളെ കിട്ടുക? ഭർത്താവ് ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി, വേറെ ആളെ കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരുന്നു, അയാൾ തൊലാഖ് ചൊല്ലിയിരുന്നു, അത് കൂട്ടൂല. മരിച്ചുപോയ ഭർത്താവ് വേറൊരാളെ കല്യാണം കഴിച്ചു. ഇതിപ്പോ ആരാ നബിയെ, ആരുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ എത്തുക ഉണ്ടാവുക എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണല്ലേ? നല്ല ചോദ്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, ആ 2 ഭർത്താക്കന്മാരിൽ ആർക്കായിരുന്നോ ഏറ്റവും നല്ല സ്വഭാവമുള്ളത്, നിങ്ങൾക്ക് അവരെ തിരഞ്ഞെടുക്കാൻ പറ്റും. നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആരായിരുന്നോ, 2ൽ ഒരാൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരായിരുന്നോ അവരെ ആയിരിക്കും നിങ്ങളെന്ന് സ്വീകരിക്കുക. യാ ഉമ്മ സലമ, ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈറൈ ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും എല്ലാ നന്മകളും സൽസ്വഭാവം കൊണ്ടുപോയി ഉമ്മു സലമ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച ഒരു സംഭവമാണിത്. തങ്ങൾ ചിരിച്ച മുവാഖിഫു ദഹക ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ തന്നെ കിതാബുകളുണ്ട്. തങ്ങൾ ചിരിച്ച സന്ദർഭങ്ങൾ മാത്രം പറയുന്ന കിതാബുകളുണ്ട്. തങ്ങൾ എവിടെയൊക്കെ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിലൊന്നാണിത്. അപ്പോൾ നാളെ അള്ളാഹുവിനോട് അവിടെ വെച്ച് സ്വർഗത്തിൽ വെച്ച് ചോദിക്കുന്ന, റബ്ബേ കൃഷി ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹു പറയാണ്, അള്ളാഹു കൊടുത്ത മറുപടിയാണ്. അള്ളാഹുവിൻ്റെ മറുപടി വരുന്നു, കൃഷി ചെയ്തോളൂ, പക്ഷേ വിത്തിറക്കലും മുളക്കലും കൊയ്തെടുക്കലും ഒക്കെ ഒരു ദിവസം തന്നെ എല്ലാം ഒറ്റടിക്ക് തീരും.
ഇത് പറഞ്ഞപ്പോ സദസ്സിലുള്ളൊരു ആറാബി പറഞ്ഞു, പൊന്നാര നബിയെ, ആ ചോദിക്കുന്ന ആള് ഒന്നുകിൽ ഖുറൈശി ആയിരിക്കും അല്ലെങ്കിൽ അൻസാരി ആയിരിക്കും നബിയെ. ഇവരാണല്ലോ കൃഷിക്കാര്, ഞങ്ങൾ കാട്ടറബികളായി നടക്കണ, ഞങ്ങളൊന്നും ഈ പണിക്കൊന്നും പോകാറില്ല എന്ന് പറഞ്ഞു. ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചോദിക്കണത് ഒരു ഖുറൈശി ആയിരിക്കും അല്ലെങ്കിൽ ഒരു അൻസാരി ആയിരിക്കും. ലഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയായിരുന്നു. സ്വഹാബത്തിന്റെ കൂടെ നിസ്കാരം കഴിഞ്ഞ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ യജ്ലിസു മഅഹും, സ്വഹാബികൾ പറയാ തങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരിക്കും. ഞങ്ങളന്ന് പലതും പറയും, നബി ഞങ്ങളുടെ കൂടെ ഇരിക്കും. നബി വലിയൊരാളാന്ന് വിചാരിച്ച് ഗൗരവത്തിൽ ശ്വാസം പിടിച്ച് നബി ഇരിക്കൂല. ഫഇൻ ദകർനൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ്യ കാലത്തെ പല വിറ്റും പറയും. നബി ഞങ്ങൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്റെ വിഷയം എന്നാൽ തങ്ങളത് ഞങ്ങളുടെ കൂടെ കൂടി പറഞ്ഞുതരും. കച്ചവടം പറയും നബി ഞങ്ങളുടെ കൂടെ കൂടി അതിന്റെ കാര്യങ്ങൾ പറയും. ആഖിറം എന്നാ നബി അത് പറഞ്ഞു തരും. ഞങ്ങളുടെ വർത്തമാനത്തിൽ നബി ഞങ്ങൾ കൂടി ചിരിക്കുമായിരുന്നു, കൂടുമായിരുന്നുവെന്ന് സ്വഹാബികൾ ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പണ്ഡിതന്മാരായ ആളുകളൊക്കെ സാധാരണക്കാരുമായി ഇടപഴകുമ്പോഴേ സാധാരണക്കാരുടെ ലോകം, അവരുടെ ചിന്തകൾ പലതുമായിരിക്കും. അതിലേക്ക് കൂടി അതുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയണമെന്ന് ഹബീബായ തങ്ങൾ അത് കാണിച്ചു തന്നു. പല അവസ്ഥകളിലും ഹബീബായ തങ്ങൾ പറയാണ്, അല ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, സ്വർഗം വിലപിടിപ്പുള്ളതാണ്, സ്വർഗം വിലപിടിപ്പുള്ളതാണ്. സഅദ് ഇബ്നു ഖൈഥമ റളിയല്ലാഹു തആല അൻഹു, വാപ്പയും സ്വഹാബിയാണ്, മകനും സ്വഹാബിയാണ്. സഅദ് എന്നവര് സ്വഹാബിയാണ്, ഖൈഥമ എന്നവരും സ്വഹാബിയാണ്. ബദർ യുദ്ധം ആസന്നമാകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് വിളിക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു വാപ്പയും പറഞ്ഞു, നമ്മൾ രണ്ടുപേരും യുദ്ധത്തിന് പോവുക. രണ്ടാണുങ്ങളെ വീട്ടിലുള്ളൂ, ഒന്ന് വാപ്പയാണ്, ഒന്ന് മോനാണ്. പിന്നെ കുറെ 5-8 പെങ്ങന്മാരുണ്ട്. വാപ്പാക്ക് ഒന്നിലേറെ ഭാര്യമാരുമുണ്ട്. വാപ്പ പറഞ്ഞു, മോനെ വാപ്പ പൊയ്ക്കോളാം, എന്റെ ഭാര്യമാര്, നിന്റെ ഇളാമ്മമാര്, നിന്റെ അമ്മായിമാര്, നിന്റെ പെങ്ങന്മാര്, അവരൊക്കെ മോൻ നോക്ക്, വാപ്പ പോയിക്കോട്ടെ. വാപ്പ പെങ്ങന്മാരും ഭാര്യമാരൊക്കെ വാപ്പ നോക്കിയാൽ മതി, ഞാൻ പോവാണ്. അല്ല മോനെ, വാപ്പ വരട്ടെ. യാ ബുനയ്യ ആസിർനീ ബിഹാദാ, ഈ യുദ്ധത്തിലേക്ക് വാപ്പ പോട്ടെ മോനെ അടുത്ത് വരാനുള്ള വല്ല അവസരവും കിട്ടുമല്ലോ, വാപ്പാക്ക് പ്രായമായില്ലേ, വാപ്പ പോട്ടെ, വീട്ടുകാരെ നിന്നെ ഏൽപ്പിക്കട്ടെ മോനെ, നമ്മൾ രണ്ടുപേരും പോയാൽ ഇവരാരാണ് നോക്കാനുണ്ടാവുക, അതുകൊണ്ട് വാപ്പ പോകട്ടെ. മോൻ പറഞ്ഞു, ഉപ്പാ പോവാൻ പറ്റില്ല, ഉപ്പാ പോവാൻ പറ്റില്ല, നമുക്ക് നറുക്കിടാം, എനിക്ക് പോണം, ഇത് സ്വർഗമാണ് ഉപ്പാ, എനിക്ക് പോവണം. നറുക്കിട്ടു. ആര് പോണെന്ന്? വിസ വന്ന് ഗൾഫിക്ക് ഒരാൾക്കേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോക്കല്ലത്. അത് ഞാൻ പോയിക്കോളാം, ഞാൻ അതല്ല, മരണത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോവാണ്, ഷഹാദത്ത് വരിക്കാൻ പോവാണ്. ബദറിലേക്കാണ് വിളിക്കുന്നത്. ഫിസായേ ബദർ പൈദാ കർ ഫരിശ്തേ തെരീ നുസ്രത് കോ ഉതർ സക്തേ ഹൈ ഗർദൂൻ സേ ഖതാർ അന്ദർ ഖതാർ ഭി. അല്ലാഹുവിന്റെ മാലാഖമാർ സഫ് സഫായി ഇറങ്ങി വന്ന ലോകമാണ് ബദറിന്റെ ലോകം. ബദറിലേക്കാണ് മലക്കുകൾ സഫ് സഫായി ഇറങ്ങി വന്നത്. എവിടേക്കാ പോണത്? മലക്കുകൾ ഇറങ്ങുന്ന ലോകം. മണ്ണാർക്കാട് മലക്കുകൾ ഇറങ്ങുന്നൊക്കെ പറഞ്ഞില്ലേ? മലക്കൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അള്ളാഹുവിന്റെ മാലാഖമാർ ഈമാനുള്ള മുഅ്മിനീങ്ങളെ സഹായിക്കാൻ ബദറിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോഴും ആ മാലാഖമാർ ഇറങ്ങാൻ ഇടയുണ്ട് എന്ന് അല്ലാമ ഇഖ്ബാലിന്റെ വാക്കുകളിൽ, ഈമാൻ ഒരുക്കി വെച്ചാൽ ഈമാനിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും. പരിശുദ്ധമായ ബദറിലേക്കാണ് സഅദ് ഇബ്നു ഖൈഥമ റളിയല്ലാഹു അൻഹു പോകുന്നത്. നറുക്ക് വീണത് സഅദ് എന്നവർക്കാണ്. വാപ്പ പറഞ്ഞു, മോനെ സഅദേ, എന്നെ വിളിക്കും മോനെ, മോൻ പോവല്ല, അത് വാപ്പാക്കുതാ, വാപ്പ പോകട്ടെ. യാ അബതി ഉപ്പാ ലൗലൽ ജന്ന ലആഥർതുക ബി. ഉപ്പാ, ഇത് സ്വർഗത്തിന്റെ വിഷയമല്ലായിരുന്നുവെങ്കിൽ, സ്വർഗമല്ലായിരുന്നുവെങ്കിൽ ഉപ്പാ, ഞാൻ ഉപ്പാനെ വിട്ടേനെ, പക്ഷേ സ്വർഗമല്ലേ. ലാ ഊസിറു ബിഹാ അഹദാ, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വാപ്പയോട് പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു ബദറിലേക്ക് ചെന്ന് ഷഹീദായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഖൈഥമ. വാപ്പാക്ക് അവസരം ലഭിക്കുന്നു. ഉഹദ് വന്നപ്പോ ബദറിലേക്ക് പോകണമെന്ന് കൊതിച്ചു. ബദർ അല്ലാഹു തആല പ്രത്യേകമായ സഹായം ഇറക്കി വിജയിപ്പിച്ച യുദ്ധമാണ്. ബദറിലേക്ക് പോകുമ്പോഴാണ് ഉപ്പാ ലൗലൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ വിഷയമാണ് ഉപ്പാ, അല്ലെങ്കിൽ ഞാൻ ഉപ്പാനെ വിട്ടേനെ, ഇത് വിട്ടുതരില്ല, എനിക്ക് വേണം, ഇത് സ്വർഗമാണ്, സ്വർഗത്തിന്റെ വിഷയമാണ്. ഉഹദ് വന്നപ്പോഴാണ് ഖൈഥമ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പോയി ഷഹീദായ സ്വഹാബിയാണ് ഖൈഥമ റളിയല്ലാഹു അൻഹു.
കാലിന് മുടന്തുള്ള സുഹാബി അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, കൊതിച്ചു പോകുന്നു നബിയേ, അൻ അദ്ഖുലൽ ജന്ന അൻ അളഅ ബിഖദമി ബിഅർജതി ഹാദിഹി അൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് എന്റെ മുടന്തൻ കാലുകൊണ്ട് തന്നെ ഒന്ന് ചവിട്ടണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ. വേച്ച് നടക്കുന്ന, ശരിക്ക് നിവർന്ന് നടക്കാൻ കഴിയുമായിരുന്നില്ലാത്ത മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല ഇളവ് കൊടുത്തിട്ടുണ്ട്. യുദ്ധനിർബന്ധമില്ല, എന്നാലും വേണം, എനിക്കൊന്ന് വരണമെന്ന്, ഷഹീദാവണമെന്ന് കൊതിച്ചു വന്ന് സ്വർഗം വാങ്ങിയ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടല്ലേ കടന്നത്, നെറ്റിയിൽ കൈവച്ചുകൊണ്ടാ കടന്നത്. വഫാത്താകുന്ന സമയത്ത് അങ്ങനെയാണ്, പിന്നെ മറവ് ചെയ്തത് അങ്ങനെയാണ്, കഫൻ ചെയ്തത് അങ്ങനെയാണ്. 40 കൊല്ലം കഴിഞ്ഞ് ഉഹദിന്റെ മലയിൽ മഴവെള്ളം വന്ന് ഖബർ പുറത്തായപ്പോഴും അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ അങ്ങനെ തന്നെ കണ്ടുവല്ലോ. ശുദ്ധമായ ഹദീസിന്റെ ചരിത്ര അസറുകളുടെ കിതാബുകളിൽ കാണാൻ കഴിയും. അങ്ങനെ തന്നെ 40 കൊല്ലം കഴിഞ്ഞപ്പോഴും കഫൻ പുട പോലും നീങ്ങിപ്പോയിട്ടില്ല. കൈ അങ്ങനെ തന്നെയുണ്ട്. ആ കൈയൊന്ന് നിവർത്തി നോക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. കാരണം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയും അംർ ഇബ്നുൽ ജമൂഹ് എന്നവരും ഒരു ഖബറിലാണെന്ന് കടന്നത്. രണ്ടുപേരും ഉഹദിന്റെ ശുഹദാക്കളാണ്. 40 കൊല്ലം കഴിഞ്ഞ് ആ സ്വഹാബിയുടെ കൈ ഞാനൊന്ന് നിവർത്താൻ നോക്കുമ്പോൾ ആ നെറ്റിയിൽ, മുറിവ് തട്ടിയ നെറ്റിയിൽ കൈവച്ച് കിടന്ന കിടപ്പായിരുന്നവത് കൈയെടുത്തപ്പോഴേക്കും, കൈ വലിച്ചപ്പോഴേക്കും ആ നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞത് ഞാൻ കണ്ടു എന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ലാ തഹ്സബന്ന الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون. അള്ളാഹുവിന്റെ വഴിയിൽ ഷഹീദാകുന്നവർ സ്വർഗപ്രവേശം ലഭിക്കുന്ന മഹത്തുക്കളാണ്. അള്ളാഹുവിന്റെ അടുത്തവർ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചവരെന്ന് വിചാരിക്കല്ലേ. ആരാണത്? കാലിന് മുടന്തുണ്ടായിട്ട് പോവേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും ഓടിച്ചെന്നു പോയ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലയോ കയ്യിൽ കാരക്ക് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ, ഖുമൂ ഇലാ ജന്ന ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗത്തിലേക്ക് വരുന്നുണ്ടോ? നബി തങ്ങൾ വിളിച്ചു. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം. സ്വർഗത്തിന്റെ നീളം അവിടെ പറഞ്ഞില്ല, എന്നാ വീതിയെ പറഞ്ഞിട്ടുള്ളൂ. ആകാശഭൂമികളെക്കാളും വിശാലമാണ്. വീതി അത്രയാ, പിന്നെ നീളം പറയണോ? സുബ്ഹാനല്ലാഹ്. ആ സ്വർഗത്തിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചപ്പോഴല്ലേ കയ്യിൽ കിടന്ന ഏതാനും കാരക്കയിലേക്ക് നോക്കിയിട്ട്, പടച്ചവനെ, ഈ കാരക്ക തിന്നു തീർക്കാൻ മാത്രം 2 മിനിറ്റ് ഞാൻ എടുത്താൽ തന്നെ എന്റെ സ്വർഗത്തിലേക്ക് എത്താൻ 2 മിനിറ്റ് ഞാൻ ലേറ്റ് ആകുമല്ലോ. വേണ്ട, കാരക്ക തിന്ന് ഒരൽപ്പം എനർജൈസ് ചെയ്യാൻ ഒരൽപ്പം ഭക്ഷണം വേണ്ട, ഇതുപോലും തിന്നാൻ എനിക്ക് ലേറ്റ് ആയിക്കൂടാ, ഞാൻ വേഗം പോകട്ടെ എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടി ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കസിൻ ജഅഫർ റളിയല്ലാഹു അൻഹു, യാ ജഅഫർ വഷ്ബഹത ഖൽഖി വഖുലുഖി, ജഅഫറേ, എന്റെ ശരീരത്തിന്റെ രൂപവും എന്റെ സ്വഭാവ ഗുണങ്ങളും നിങ്ങളിലുണ്ട്, ഞാനത് കാണുന്നു. എന്റെ സ്വഭാവവും എന്റെ ശരീരരൂപവും ജഅഫറേ നിങ്ങൾക്കുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅ്തയിൽ ഷഹീദായ വിവരം അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കുന്നു. ഹബീബായ തങ്ങൾ മദീന മിമ്പറിൽ കയറിയിട്ട് പറയുന്നു, സുഹാബ, മുഅ്തയിൽ എന്റെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ഷഹീദായി. മുഅ്തയിൽ മഹാനായ സ്വഹാബി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്നവരും ഷഹീദായിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ മുഅ്തയുടെ യുദ്ധത്തിന്റെ കഥ വിവരിക്കുന്നു. നേരെ പോകുന്നു ജഅഫർ എന്നവരുടെ വീട്ടിലേക്ക്. കൊച്ചുമക്കളുണ്ട്, കൽഫിറാഹ്, പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെയെന്നാ ഹദീസിൽ കാണാം. ചെറിയ കൊച്ചുമക്കൾ, പറക്കമുറ്റാത്ത മക്കൾ എന്ന് പറയില്ലേ, കൊച്ചുമക്കൾ. ആ മക്കൾ വാപ്പയുടെ മുഖം റസൂലുള്ളാഹിന്റെ മുഖമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ സ്വഭാവം റസൂലുള്ളാഹിന്റെ സ്വഭാവമാണെന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞതാണ്. ഹബീബായ തങ്ങൾ വരുമ്പോ മഹദി അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, ജഅഫർ എന്നവരുടെ പ്രിയപ്പെട്ട ഭാര്യ അവിടെയുണ്ട്. മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു, അസ്മാ, ജഅഫറിന്റെ മക്കൾ എവിടെ എന്ന് ചോദിച്ചപ്പോ ആ കൊച്ചുമക്കളെ ശരിക്കും മുടിയെല്ലാം വാർന്നു കൊടുത്ത് വാപ്പയെ കാണാൻ വേണ്ടി വിട്ടപ്പോൾ ആ കൊച്ചുമക്കൾ വന്നിരിക്കുന്നത് സ്വന്തം ഉപ്പ ജഅഫർ തങ്ങളാണെന്ന് വിചാരിച്ച് ഹബീബിന്റെ ദേഹത്തേക്ക് കയറിപ്പറ്റിയ നേരം
വിധങ്ങളാ തലയിൽ ഇങ്ങനെ തലോടിങ്ങനെ കണ്ണെന്ന് കണ്ണുനീര് വന്നപ്പോ അസ്മാ ബീവി ചോദിച്ചു, നബിയേ വല്ല വിവരവുമുണ്ടോ ജാഫറിനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? അല്ലാഹുവിൽ നിന്ന് കൂലി പരീക്ഷിക്കണമേ. ജാഫർ എന്നവരുടെ 2 കൈയും മുറിക്കപ്പെടുകയാണ് ഉണ്ടായത്, 2 കാലും മുറിക്കപ്പെട്ടിട്ടുണ്ട്. ജാഫർ എന്നവരുടെ 2 കൈകൾ മുറിക്കപ്പെട്ടപ്പോ ആ മുറികൾക്ക് പകരം, മുറിഞ്ഞുപോയ കൈകൾക്ക് പകരം അല്ലാഹു പറക്കാൻ 2 ചിറകുകൾ നൽകിയതും ആ ചിറകുകളിൽ രക്തത്തിന്റെ കറയുണ്ട്. ആ ചിറക് കൊണ്ട് ജാഫർ എന്നവർ സ്വർഗത്തിൽ പറക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. എത്ര പേരാണ് സ്വർഗം കണ്ടുപോയത് ഇവിടുന്ന്? എത്ര പേരാണ് സ്വർഗം കൊതിച്ചു പോയത്, ആഗ്രഹിച്ചു കൊണ്ടുപോയത്? എത്ര പേരാണ്? നഫീസത്തുൽ മിസ്രിയ, നഫീസ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ വഫാത്താകാൻ കിടക്കുമ്പോ, നോമ്പ് നോറ്റ് കിടക്കുമ്പോ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നപ്പോഴാണ് മഹദി പറഞ്ഞത്, വേണ്ട 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 വേണ്ട, സഅൽതുല്ലാഹ 30 സന, 30 വർഷമായി ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ അദ്രികിനിൽ മൗത്ത് വഅന സ്വായിമ, ഞാൻ നോമ്പെടുത്തിട്ട് വേണം എനിക്ക് മരിക്കാൻ, മരിക്കുമ്പോൾ നോമ്പ് വേണം, മരിക്കാൻ കിടക്കുമ്പോ നോമ്പ് വേണം, അതുകൊണ്ട് നോമ്പ് മുറിക്കില്ല എന്ന് സൂര്യാസ്തമയത്തിന്റെ വഫാത്താകുമ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ ശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിയിട്ടാണ് മരിക്കുന്നത്. ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ്, ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ്, ഖുൽ ലില്ലാഹ് കതബ അലാ നഫ്സിഹി റഹ്മ. പറയണേ നബിയെ, ചോദിക്കൂ നബിയെ, ആർക്കുള്ളതാണ് സ്വർഗലോകം, ആർക്കുള്ളതാണ് ഈ ഭൂമി ലോകം, ആരുടേതാണ് പ്രപഞ്ചം, ആരുടേതാണ് ഭൂമി, ആരുടേതാണ് നക്ഷത്രം, ആരുടേതാണ് സൂര്യൻ, ആരുടേതാണ് ചന്ദ്രൻ? ചോദിക്കൂ നബിയെ, മറുപടി കൊടുക്കണം. ഇത് അല്ലാഹുവിനുള്ളതല്ലോ, ഇത് അല്ലാഹുവിനുള്ളതല്ലോ, ഇത് അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹു സ്വന്തം നഫ്സിന്, സ്വന്തം ദാത്തിന് അല്ലാഹു കാരുണ്യം നിർബന്ധമാക്കിയവനാണ്. അല്ലാഹു കരുണാമയനല്ലയോ, അവൻ കരുണ ചെയ്യുമെന്ന് ഉറപ്പു പറഞ്ഞവനാണ്. പിന്നെ ഒരു ശബ്ദം, മരണത്തിലേക്കുള്ള പോക്കായിരുന്നു അത്. എന്റെ റബ്ബിന്റെ കരുണ എന്നെ കാത്തിരിക്കുന്നു. കതബ അലാ നഫ്സിഹി റഹ്മ, അവസാനം പറഞ്ഞ വാക്ക് അർ-റഹ്മ. അങ്ങനെയാണ് നഫീസ റളിയല്ലാഹു അൻഹ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് കണ്ടുകൊണ്ടാണ്, കൊതിച്ചുകൊണ്ടാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെക്കാൻ പോകുമ്പോഴാണ് റുഖഅ, ഒരു കടലാസിന്റെ കഷ്ണം പോലോത്തത്, ഒരു തോൽ കഷ്ണത്തിൽ എഴുതി വെക്കപ്പെട്ട എന്തോ ഒരു കടലാസ് ഖബറിലേക്ക് വരുന്നു, ഖബറിലേക്ക് വരുന്നു. ആ കടലാസ് എടുത്തു നോക്കുമ്പോൾ ഹാദാ ഫിദാഉക മിനന്നാർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതനാണെന്ന് അല്ലാഹു അറിയിക്കുന്ന അറിയിപ്പാണത്. ആ കടലാസ് വെച്ചുകൊണ്ടാണ്, തോൽ കഷ്ണം വെച്ചുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഖബർ മൂടി വെക്കുന്നത്. അതിന്റെ അകത്ത് ഖബറിലേക്ക് ആരും കൊണ്ടുവന്നെറിഞ്ഞതല്ല, ഖബർ കുഴിച്ചപ്പോഴേക്കും അവിടെ പ്രത്യക്ഷപ്പെട്ട കടലാസിന്റെ കഷ്ണം ഹാദാ ഫിദാഉക മിനന്നാർ. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഖുർആനിന്റെ ഹിഫ്ള് നടത്തിയ, വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുകയും ഖുർആനിന്റെ അഹ്കാമുകൾ പഠിക്കുകയും ഫിഖ് പഠിക്കുകയും ചെയ്ത നബി തങ്ങളുടെ കുടുംബത്തിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട് ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോൾ 11 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോഴാണ് ഒരു പക്ഷി ആ ഖബറിന്റെ അരികത്തേക്ക് വന്നിരുന്നത്. എത്ര ആട്ടിപ്പറഞ്ഞയച്ചിട്ടും ആ പക്ഷി പോകുന്നില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ആ ഖബറിലേക്ക് വെക്കുമ്പോഴല്ലേ അശ്രീരി കേൾക്കുന്നത്, ആരോ ഓതുന്ന പോലെ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിൽ ആശ്വാസം പൂണ്ടിരിക്കുന്ന ശരീരമേ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും അല്ലാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും
അത് പറയാൻ അള്ളാഹുവിന് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുകയും അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞത് കൃത്യമായി ചെയ്യുകയും ഇത് റബ്ബിന്റെ ലോകമാണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ അധികാര ലോകത്ത് അവൻ പറഞ്ഞതല്ലേ കേൾക്കേണ്ടത് എന്ന് ചിന്തിച്ച് ജീവിച്ച് അള്ളാഹുവിൽ തൃപ്തിയടഞ്ഞ ശരീരമേ എന്റെ ആളുകളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങ് വന്നേക്കണം. എന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങ് പോന്നോളൂ എന്ന് സ്വർഗത്തിന്റെ വിളിയാളം കേട്ടുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ത്വായിഫിൽ മറവ് ചെയ്യുന്നത്. വഫാത്തിന്റെ ശേഷം ആ കൊച്ചു പക്ഷി അവിടെ തന്നെ വന്നിരിക്കും ഖബറിന്റെ മീതെ. മഹാത്ഭുതമായി നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്. സ്വഹാബിമാർ പറയും, ഇബ്നു അബ്ബാസ് തങ്ങളെ വഫാത്തായപ്പോ മറവ് ചെയ്തപ്പോ ആ ഖബറിന്റെ അരികത്ത് പക്ഷി ഇങ്ങനെ വന്നിരിക്കും. 2 ദിവസമായി, 3 ദിവസമായി, 5-6 ദിവസം കഴിഞ്ഞപ്പോ ആ പക്ഷി അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു. പറന്നു പോകും, വീണ്ടും വരും, അവിടെ തന്നെ ഇരിക്കും. പിന്നെ കാണുന്നത് ആ പക്ഷി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മീതെ ചത്തുകിടക്കുന്നതാണ്. ആ പക്ഷിയെ എടുത്ത് ഈ മഹാന്റെ തൊട്ടരികത്ത് മറവ് ചെയ്തിട്ടുണ്ട് എന്ന് മഹാന്മാരായ സ്വഹാബിമാർ സാക്ഷി പറയുന്നു. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ, സ്വർഗം അല്ലാഹു നൽകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നവരെ കാണാൻ, കൂടെ ഇരിക്കാൻ ജീവജാലങ്ങൾക്ക് പോലും ആഗ്രഹമായി അവർ പോലും കൊതിച്ചു പോവുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്. അതുകൊണ്ട് മുഅ്മിനേ, നമുക്കും ഏതാനും ചില അമലുകൾ വേണം സ്വർഗം കടക്കാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സബഖൽ മുഫർരിദൂൻ ഖാലൂ മനിൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്. മുഫർരിദീങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് വേഗം കടന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോ ആരാ നബിയെ മുഫർരിദൂൻ എന്ന് പറയുന്നത്? قال الذاكرون الله كثيرا والذاكرات. അല്ലാഹുവിനെ ഒരുപാട് ഓർക്കുക, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവുകളിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ. അടുക്കളയിൽ ജോലി ചെയ്യാൻ, റമദാനിന് വേണ്ടി ഭക്ഷണം, നോമ്പ് തുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മമാരെ നാവുകളിൽ ദിക്റാവാം. സുബ്ഹാനല്ലാഹ് ഒന്ന് തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി നാവിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ പുണ്യമല്ലയോ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ കിച്ചണിലാണ്, നിങ്ങൾ വർക്ക് ഏരിയയിലാണ്, ഭക്ഷണം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മക്കളെ നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള അവരുടെ പരിപാലനത്തിലാണ്. എന്നാലും ദിക്ർ ചൊല്ലാൻ പറ്റുന്നിടത്തെല്ലാം ചൊല്ലിക്കൂടെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സബഖൽ മുഫർരിദൂൻ, നാവുകൾ ദിക്ർ നിരന്തരമായി കൊണ്ടു നടന്ന് ദിക്ർ പരിചയിച്ചു പോയവർ അവര് വിജയിച്ചു എന്ന് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറഞ്ഞു, ഒരു കൊച്ചു ദിക്ർ നാം സദസ്സിന് വേണ്ടി കൈമാറുകയാണ്, റമദാനിന്റെ ഒരു സമ്മാനമായി കൊണ്ടുപോകാൻ. മൻ ഖാല, ഹബീബ് പറയുകയാണ്, ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് ആരെങ്കിലും ഒരു തവണ പറഞ്ഞാൽ, സ്വർഗീയ മരം, സ്വർഗീയമായ ഈത്തപ്പൻ അല്ലാഹു അവർക്കവിടെ നട്ടുവെക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, ഒരൊറ്റ തവണ ഒന്ന് പറയല്ലേ, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി. നമുക്കറിയാം, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാനി ഹബീബതാനി ഇലർ റഹ്മാനി തഖീലതാനി ഫിൽ മീസാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നാളെ കനം തൂങ്ങുന്ന ദിക്റാണത്. തുലാസിൽ കനം തൂങ്ങുന്നത്, നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ളത്. നമ്മൾ എത്ര തവണ കേട്ടവരാണ്, അറിഞ്ഞവരാണ്, മറന്നുപോയി, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പകർത്തിയിട്ടില്ല. രാവിലെയും വൈകുന്നേരവും അത് വർദ്ധിപ്പിക്കാൻ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തുലാസിൽ കനം തൂങ്ങുന്നത്. ഈ പറഞ്ഞ ദിക്ർ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സ്വർഗപ്രവേശമുണ്ടെന്നാണ് അതിനർത്ഥം. മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി എന്ന് ഒരാൾ പറഞ്ഞാൽ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഈത്തപ്പന നട്ടുകൊടുക്കുമത്രേ. വലിയ ഭാഗ്യമല്ലേ? സുബ്ഹാനല്ലാഹ് അർത്ഥം എന്താണ്? റബ്ബേ, നീ പരിശുദ്ധനാണല്ലോ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തമ്പുരാനെ. അൽ അദീം, നീ മഹോന്നതനല്ലയോ റബ്ബേ. വബിഹംദിഹി, നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ, എനിക്ക് തന്നതെല്ലാം നീ തന്നെ.
എന്റെ ജീവിതം, എന്റെ ആരോഗ്യം, എനിക്ക് ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, കൂട്ടുകാർ, കുടുംബം, ബന്ധുക്കൾ, മാതാപിതാക്കൾ, മക്കള്, ഭാര്യ, ഭർത്താവ്, എല്ലാം അല്ലാഹുവേ നീ തന്നതല്ലയോ, നിനക്ക് സ്തുതി. എന്റെ ദുനിയാവും ആഖിറവും നീ തരുന്നത്, നിനക്ക് സ്തുതി. സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദി.